ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഇലയട ഉണ്ടാക്കാം. ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന പഴമാണ് 4 ചെറിയ പാളയംകുടം പഴമാണ് എടുത്തേക്കുന്നത്. പഴം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവാണ് ഇലയട ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടുന്നത്. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. 1/4 കപ്പ് ശർക്കരയിലോട്ട് 2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റായി ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു വാഴയില എടുത്തിട്ട് ഗോതമ്പ് മാവ് ഇതിലോട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. എത്ര കട്ടി കുറഞ്ഞ് പരത്താവോ അത്രയും നല്ലതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ തേങ്ങാപ്പീര ശർക്കര മിക്സ് കൂടെ വെച്ച് കൊടുത്തിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഞാനൊരു ഇഡലി പാത്രത്തിൽ ആവി വന്നിട്ടുള്ള ഒരു ഇഡലി പാത്രത്തിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇലയുടെ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.